വേറെ സൊല്യൂഷൻ. മക്കളെ, നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നെന്താണ്? സീ ബ്രീസും ലാൻഡ് ബ്രീസും, അഥവാ കടൽ കാറ്റും കരക്കാറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എന്താണ് സീ ബ്രീസ്, എന്താണ് ലാൻഡ് ബ്രീസ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. സോ എൻ്റെ മക്കൾ നോക്കിക്കോളൂ, എങ്ങനെയാണ് കടൽ കാറ്റ് ഉണ്ടാവുന്നത്? ഇത്രയേ ഉള്ളൂടാ. നമ്മുടെ പകൽ സമയത്ത് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട കാര്യം പകൽ സമയത്ത് എന്താടാ? പകൽ സമയത്ത് അല്ലേ, ഡേ ടൈമിൽ ഏതാണ്, കടലാണോ കരയാണോ പെട്ടെന്ന് ചൂട് പിടിക്കുക? കരയാണ് പെട്ടെന്ന് ചൂട് പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് ചൂട് പിടിച്ച കരയിലുള്ള ആ ഒരു വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. മുകളിലേക്ക് ഉയരുമ്പം അവിടെ പ്രഷർ എന്താവും? ഇവിടെ കുറയും, മർദ്ദം കുറയും, അവിടെ ന്യൂനമർദ്ദം വരും. എന്ന് വെച്ചാൽ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് മർദ്ദം കുറഞ്ഞ മേഖല, അഥവാ പ്രഷർ കുറഞ്ഞ ലോ പ്രഷർ റീജിയൻ ഉണ്ടാവും. എന്നിട്ടോ അതേപോലെ തന്നെ കടൽ അപ്പം എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കൂലേ? കരയിൽ പ്രഷർ കുറവാണ്, പക്ഷെ കടൽ എന്താടാ? പ്രഷർ എന്താണ്? കൂടുതലാണ്. അപ്പം പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തിലേക്കല്ലേ എപ്പോഴും വായു പോവുക. അപ്പം പ്രഷർ കൂടിയ ആ ഒരു റീജിയനിലുള്ള എയർ എന്ത് ചെയ്യും? പ്രഷർ കുറഞ്ഞ കരയിലേക്ക് എന്ത് ചെയ്യും? വീശും. അങ്ങനെയാണ് അവിടെ എന്തുണ്ടാവുന്നത്? കടൽ കാറ്റ് ഉണ്ടാകുന്നത്, അഥവാ സീ ബ്രീസ് ഉണ്ടാകുന്നത്. സിമ്പിളാണ് മക്കളെ, നോക്കിക്കോ. ദാ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താണ്? ഇവിടെ മുകളിലേക്ക് ആര് ഉയരുന്നുണ്ട്? വായു ഉയരുന്നുണ്ട് അല്ലേ, ലാൻഡിൽ. അപ്പോൾ ഈ ഉയരുന്ന വായുവിന് എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും, പക്ഷേ സീയിലുള്ള പ്രഷർ കൂടുതലായിരിക്കും എയറിന്. സോ ആ ഒരു എയർ എന്ത് ചെയ്യും? പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ആ ഒരു എയർ ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? കടൽ കാറ്റ് അഥവാ സീ ബ്രീസ് ഉണ്ടാവുന്നത്. സെറ്റ് അല്ലേടാ? അപ്പോൾ സിമ്പിളാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? During the day, the land heats up faster than the sea. The air above the land become hot, expand and rises, creating a low pressure area. The relatively cooler എന്ന് പറയുന്നുണ്ട്. High pressure air from the sea blows towards the land to fill this gap എന്ന് പറയുന്നുണ്ട്. അഥവാ പകൽ സമയത്ത് കടലിനേക്കാൾ വേഗത്തിൽ കര ചൂടാകുന്നു. കരയ്ക്ക് മുകളിലുള്ള വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുകയും അവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം കടലിലെ തണുത്ത വായു കരയിലേക്ക് വരുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കടൽ കാറ്റെന്ന് വിളിക്കുന്നത്. സിമ്പിൾ അല്ലേടാ? അപ്പം എവിടെ നിന്നാണോ അടിക്കുന്ന ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം കടൽ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്നു. ഓക്കെ അല്ലേ? അവിടെയാണ് കടലിലാണ് എന്ത് കൂടുതൽ? പ്രഷർ കൂടുതൽ. അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ക്ലിയർ ആയല്ലോ, കടൽ കാറ്റ് ക്ലിയർ ആയല്ലോ, അഥവാ സീ ബ്രീസ് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാൻഡ് ബ്രീസ് എന്താണെന്ന് നോക്കാം. ലാൻഡ് ബ്രീസ് സെയിം സാധനം തന്നെ നേരെ തിരിച്ച്. അപ്പം എന്താണ്? രാത്രി സമയമാവുന്ന സമയത്ത് ആരാ പെട്ടെന്ന് ചൂടാവുക? പെട്ടെന്ന് ചൂടാവുക കടലാണ്. ആരാണ്? കടലാണ് പെട്ടെന്ന് ചൂടാവുന്നത്. അപ്പോൾ കടലിലുള്ള എയർ എന്താവും? മുകളിലേക്ക്, ഒരു വാം എയർ മുകളിലേക്ക് ഉയരും. അപ്പോൾ അവിടെ എന്താണ്? അവിടെ പ്രഷർ കുറവായിരിക്കും. ചൂടാകുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞു. പക്ഷെ നമ്മുടെ കരയിലോ? കരയിൽ പ്രഷർ കൂടുതലായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും. കരയിലിടാ മർദ്ദം കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. സോ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? എയർ ഒഴുകും അല്ലെ, എയർ ഫ്ലോ ഉണ്ടാവും. അതാണ് എന്ത്? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പം രാത്രി സമയത്താണ് എന്തുണ്ടാവുന്നത്? ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റുണ്ടാകുന്നത്. അപ്പം നോക്കിക്കോളത് അവിടെ കാണിക്കുന്നുണ്ട്. ലാൻഡ് കൂളറാണ്, പക്ഷേ സീ എന്താണ്? വാമറാണ്. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെയുള്ള ഈ ഒരു എയർ മുകളിലേക്ക് വരും. അപ്പോൾ അവിടെ എന്താ? പ്രഷർ കുറവായിരിക്കും അല്ലേ സീയിൽ. പക്ഷേ ലാൻഡിൽ അങ്ങനെയല്ല, ലാൻഡിൽ പ്രഷർ കൂടുതലാണ്. അപ്പം ലാൻഡിൽ നിന്ന് കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കാറ്റ് വീശുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേടാ? സിമ്പിൾ, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം. രാത്രികാലങ്ങളിൽ കര വേഗത്തിൽ തണുക്കുന്നു, എന്നാൽ കടൽ വെള്ളം അപ്പോഴും ചൂടായിരിക്കും. കടലിന് മുകളിലുള്ള വായു ചൂട് പിടിച്ച് ഉയരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മർദ്ദ വ്യത്യാസം പരിഹരിക്കാൻ കരയിൽ നിന്നുള്ള തണുത്ത വായു എന്ത് ചെയ്യും? കടലിലേക്ക് വീശുന്നു. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കടലിൽ ഓൾറെഡി ഓർത്ത് വെച്ചോളെ, കരയിൽ തണുത്ത വായു, ആ തണുത്ത വായുവാണ് എങ്ങോട്ട് അടിക്കുന്നത്? കടലിലേക്ക് അടിക്കുന്നത് അല്ലേ. അപ്പം അതിനെ നമ്മൾ കരക്കാറ്റ് എന്ന് വിളിക്കുക. അപ്പം രാത്രിയാണ് കരക്കാറ്റ്, പകലാണ് ആരാ? പകലാണ് നമ്മുടെ കടൽ കാറ്റ്. ഇത് സീ ബ്രീസ്. ക്ലിയർ അല്ലേടാ മക്കളെ? അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ മക്കൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം കൂടെ മിസ് പറയണം, നമ്മുടെ ബാച്ചിനെ കുറിച്ചാണ്. എൻ്റെ മക്കൾക്ക് ക്ലാസ് 8ലേക്ക് അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാം. അടിപൊളി ക്ലാസ്സസ് ആണ് നമ്മൾ തരാൻ പോകുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസ്, MRQ, MUQ, MEQ, MCQ ഡിസ്കഷൻ, മൾട്ടിപ്പിൾ ചോയ്സ്, മോസ്റ്റ്
റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, യുണീക്ക് ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. കൂടാണ്ടോ സ്ട്രോങ് ഫൗണ്ടേഷൻ ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എൻ്റെ മക്കൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ തന്നെ മാത്സും ന്യൂമറിക്കൽസും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകും, ഹിന്ദി ഗ്രാമറൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കേഷൻ റെഡിയാക്കാം. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടെ. സമയം കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ഏപ്രിലിൽ തന്നെ എന്ത് ചെയ്യാടാ പഠിക്കാൻ തുടങ്ങാം, സെറ്റാക്കാം. അപ്പോൾ ഇത്രയും എമൗണ്ട് ഉള്ളൂ. ഇതൊരു മന്തിലേക്കുള്ള എമൗണ്ട് അല്ല മക്കളെ, നിങ്ങൾക്കൊരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ്. സോ പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് കിട്ടില്ലല്ലോ അഡ്മിഷൻ. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യാതെ ഈ കാണുന്ന നമ്പറിലാണ് എൻ്റെ മക്കൾ വിളിക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേടാ, പെട്ടെന്ന് വിളിച്ചോളാം. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ എന്ത് ചെയ്തോളാം, ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോം വരും. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ അല്ലേടാ മക്കളെ. സോ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ഒക്കെ ലിങ്ക് എവിടെയുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ അതും എന്ത് ചെയ്തോളൂ, ഒന്ന് ജോയിൻ ചെയ്തിട്ടോളൂ. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസിൻ്റെയും നോട്ടിഫിക്കേഷനും അതുപോലെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ മക്കളെ, താങ്ക്